ഹായ്, ഞാൻ ശിവദാസൻ. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രസന്റ് ടെൻസിലത്തെ പാസീവ് വോയിസിനെ കുറിച്ചിട്ടാണ്. മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നതെല്ലാം 12 ടെൻസിലത്തെ ആക്റ്റീവ് വോയിസിനെ കുറിച്ചായിരുന്നു. നമ്മളത് ആക്റ്റീവ് വോയിസാണ് പഠിക്കുന്നതെന്ന് പഠിക്കുന്ന സമയത്ത് പറയാതിരുന്നത് അതിന് വീണ്ടും 12 ടെൻസ് ഉള്ളത് കൊണ്ടാണ്. 24 ടെൻസ് ആണെന്ന് പറയുമ്പോൾ തന്നെ 12 ടെൻസ് ആക്റ്റീവ് വോയിസും അതിൻ്റെ 12 പാസീവ് വോയിസും കേട്ട് കഴിഞ്ഞാൽ തന്നെ അയ്യോ ഇത് വലിയ മഹാഭാരതമാണെന്ന് തോന്നും. അങ്ങനെ ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കേണ്ട, ഫെഡപ്പ് ആവും പഠിക്കുന്നതിന് മുന്നേ. അതുകൊണ്ട് അത് പറഞ്ഞില്ല എന്ന് മാത്രം. ആക്റ്റീവ് വോയിസിലാണ് നമ്മൾ 12 ടെൻസും പഠിച്ചത് എന്ന് പറഞ്ഞാൽ കർത്താവിനെ കൊണ്ട് തുടങ്ങുന്നു, ഒരു ക്രിയ വരും, അതിനുശേഷം ഒരു കർമ്മം വരും. ഇപ്പം നമ്മൾ പാസീവ് വോയിസിൽ പഠിക്കുന്നത് അതിലെന്താണോ കർമ്മമായിട്ട് വന്നത് അതിനെ സെൻറ്റൻസിൻ്റെ ആദ്യം കൊണ്ടുവന്ന് വെച്ചിട്ട് ആണ് പഠിക്കുന്നത്. നമ്മളിപ്പോൾ അതിന് ഉദാഹരണം പറഞ്ഞു, ഗൗതം റൈറ്റ്സ് എ ലെറ്റർ. എ ലെറ്റർ എന്നുള്ളത് നമ്മൾ കർമ്മമാണെന്ന് പറഞ്ഞു, അതിനെ മുന്നിലോട്ട് കൊണ്ടുവന്നു പാസീവ് വോയിസ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എ ലെറ്റർ ഈസ് റിട്ടൺ ബൈ ഗൗതം എന്ന് പ്രസൻറ്റ് സിമ്പിളിൽ പഠിച്ചു കഴിഞ്ഞു. അതേപോലെ നമുക്ക് ഇനി പഠിക്കാനുള്ളത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് പ്രസൻറ്റ് പെർഫെക്റ്റ് പാസീവ് വോയിസ് ആണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ആക്റ്റീവ് വോയിസ് സാധാരണ എങ്ങനെയാണ് വരാറ്? ഹാസ് റിട്ടൺ, ഹാവ് റിട്ടൺ, എഴുതിയിട്ടുണ്ട്, എഴുതിയിരിക്കുന്നു. ഗൗതം ഹാസ് റിട്ടൺ എ ലെറ്റർ. ഗൗതം ആൻഡ് മാധുരി ഹാവ് റിട്ടൺ എ ലെറ്റർ. ഗൗതം ഒരു കത്ത് എഴുതിയിട്ടുണ്ട്. ഗൗതവും മാധുരിയും ചേർന്നിട്ട് ഒരു കത്ത് എഴുതിയിട്ടുണ്ട്. അതിന് നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റിയപ്പോൾ നമ്മൾ കണ്ടത് എഴുതിയിട്ടുണ്ട് എന്നുള്ളത് എഴുതപ്പെട്ടിട്ടുണ്ട്, എഴുതിയിരിക്കുന്നു, എഴുതപ്പെട്ടിരിക്കുന്നു, എഴുതിയിട്ടുണ്ട് എന്നുള്ളത് എഴുതപ്പെട്ടിട്ടുണ്ട് എന്നായിട്ട് മാറും. എഴുതിയിരിക്കുന്നു എന്നുള്ളത് എഴുതപ്പെട്ടിരിക്കുന്നു. ഈ പെടലാണ് ഇതിലത്തെ ഓർമ്മിക്കേണ്ടത്. ജസ്റ്റ് പെടുക എന്നുള്ളതാണ് ഓർമ്മിച്ചാലും ഇതിനെ മനസ്സിലാക്കാൻ കഴിയും. അത് എന്തായി പെടുക? എഴുതുന്നു എന്നുള്ളത് എഴുതപ്പെടുന്നു എന്നായി മാറും പ്രസൻറ്റ് സിമ്പിളിൽ, പാസീവ് വോയിസിൽ. ഈ പ്രസൻറ്റ് കണ്ടിന്യൂസിൽ എഴുതിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് എന്താവും? പാസീവ് വോയിസിലേക്ക് പോകുമ്പോൾ എഴുതപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാവും. ആ കണ്ടിന്യൂസ് അപ്പോഴും അതിൽ ഉണ്ടാവണം. അതാണ് എഴുതപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മൾ പെർഫെക്റ്റിലേക്ക് എത്തിയപ്പോഴേക്കും എഴുതിയിട്ടുണ്ട്, എഴുതിയിരിക്കുന്നു എന്നായി. അപ്പോൾ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് എന്താവണം? ആ പെടൽ വേണം അവിടെ. എഴുതപ്പെട്ടിട്ടുണ്ട്, എഴുതപ്പെട്ടിരിക്കുന്നു. ഈ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഒരു സൂത്രം പഠിക്കാനുള്ള ഒരു ഐഡിയ എന്ന് മാത്രം. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ പെർഫെക്റ്റ്ലി പഠിച്ചു. ഗൗതം ഹാസ് റിട്ടൺ എ ലെറ്റർ. ഗൗതം ഒരു കത്ത് എഴുതിയിട്ടുണ്ട്, എഴുതിയിരിക്കുന്നു. അതിൻ്റെ ബഹുവചനമായിട്ട് പഠിച്ചത് ഗൗതം ആൻഡ് മാധുരി ഹാവ് ബീൻ റിട്ടൺ എ ലെറ്റർ. ഗൗതവും മാധുരിയും ചേർന്നിട്ട് ഒരു കത്ത് എഴുതിയിട്ടുണ്ട്, എഴുതിയിരിക്കുന്നു. അതിൻ്റെ പാസീവ് വോയിസിൽ എ ലെറ്റർ ഹാസ് റിട്ടൺ എന്നുള്ളത് ഹാസ് ബീൻ റിട്ടൺ ആയിട്ട് മാറും. ഹാവ് റിട്ടൺ എന്നുള്ളത് ഹാവ് ബീൻ റിട്ടൺ എന്നായിട്ട് മാറും. അർത്ഥത്തിൽ വ്യത്യാസമൊന്നുമില്ല. ഒന്ന് ബഹുവചനത്തിൻ്റെ കൂടെ പറഞ്ഞിട്ടുള്ളതാണ്, ഒന്ന് ബഹുവചനമായിട്ട് വരുമ്പോഴും ഒന്ന് ഏകവചനമായിട്ട് വരുമ്പോഴും ഉപയോഗിക്കുകയാണ് ഹാസ് ബീൻ. അപ്പോൾ ഹാസ് റിട്ടൺ ഇതവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെയാണ്. ഹാസ് റിട്ടൺ എഴുതിയിട്ടുണ്ട്, എഴുതിയിരിക്കുന്നു. അതിൻ്റെ പാസീവ് വോയിസ് ആകുമ്പോൾ എഴുതപ്പെട്ടിട്ടുണ്ട്, എഴുതപ്പെട്ടിരിക്കുന്നു. ഈ രീതിയിൽ അർത്ഥം നമ്മൾ മനസ്സിലാക്കി വെക്കണം, മറക്കരുത്. ഇനി നമ്മൾക്കിതിന് നെഗറ്റീവ് ഉണ്ടാക്കാം. ഇതിൽ നോട്ട് ചേർത്താൽ മതി. ഹാസ് നോട്ട് ബീൻ റൈറ്റിംഗ്. ഇതിലെല്ലാത്തിലും നോട്ട് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ നെഗറ്റീവ് മീനിങ് കിട്ടും. ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ആക്റ്റീവ് വോയിസിൽ പഠിച്ചത് എങ്ങനെയാണ്? ഗൗതം ഹാസ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ. ഗൗതം ഒരാളായിരുന്നു, അതുകൊണ്ട് ഹാസ് ബീൻ റൈറ്റിംഗ്. റൈറ്റ് എന്നുള്ള വെർബിൻ്റെ മൂന്നാമത്തെ വെർബിനോട് കൂടെ ing ചേർത്തു. അർത്ഥം വന്നത് എങ്ങനെയാണ്? ഗൗതം ഒരു കത്ത് എഴുതിക്കൊണ്ടേ ഇരിക്കുന്നു. ഗൗതം ഒരു കത്ത് എഴുതിക്കൊണ്ടേ ഇരിക്കുന്നു. കാരണം പ്രസൻറ്റ് ടെൻസ് ആണ്. മുമ്പെങ്ങോ തുടങ്ങിയത് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള അർത്ഥം. മുമ്പെങ്ങോ തുടങ്ങി, ഇന്നലെ തുടങ്ങിയതാവും, ഇനി ഞാൻ 1 വർഷം മുമ്പ് തുടങ്ങിയതാവും. അതിനൊക്കെ ഈ ടെൻസ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ എഴുതിക്കൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളത് പാസീവ് വോയിസിലേക്ക് ആവുമ്പോൾ ഞാൻ പെടൽ എന്ന് പറഞ്ഞു, ആ എഴുതപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു, എഴുതപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ നമ്മളെങ്ങനെ അതിനെ പാസീവ് വോയിസിലേക്ക് ആ സെൻറ്റൻസിനെ മാറ്റുക? ഗൗതം ഹാസ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ എന്നുള്ളത് തന്നെ നമുക്ക് പാസീവ് വോയിസിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ആ ലെറ്ററിനെ മുന്നോട്ട് കൊണ്ടുവരാം. എ ലെറ്റർ ഹാസ് ബീൻ ബീയിങ് റിട്ടൺ ബൈ ഗൗതം. ഇവിടെ ഒരു ബീയിങ് എന്നുള്ളത് നമ്മൾ കണ്ടിന്യൂസിൽ പാസീവ് വോയിസിൽ ചേർക്കുന്ന മറ്റൊരു ഇതിൽ ചേർത്തതുപോലെ തന്നെ ഇവിടെ ഒരു ബീയിങ് എന്നുള്ളത് ആഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിന്യൂസ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. BEING ബീയിങ്. എ ലെറ്റർ ഹാസ് ബീൻ ബീയിങ് റിട്ടേൺ. അപ്പോൾ ഇതിലത്തെ നമുക്ക് എസൻസ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു പോർഷൻ എവിടെയാണ്? ഹാസ് ബീൻ ബീയിങ് റിട്ടേൺ. ഇതാണ്. ഗൗതം ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, നമ്മൾക്ക് ഇവിടെ പഠിക്കാനുള്ളത് ആ വെർബിൻ്റെ രൂപമാണ്.
വെറും റിട്ടൺ എന്ന് പഠിച്ചാൽ പോരാ, ഹാസ് ബീൻ ബീയിങ് റിട്ടൺ. ഹാസ് ബീൻ റൈറ്റിംഗ് എന്നുള്ളത് ആക്റ്റീവ് വോയിസിലുള്ളത് പാസീവ് വോയിസിലേക്ക് ആകുമ്പോൾ ഹാസ് ബീൻ ബീയിങ് റിട്ടൺ. അതിൻ്റെ അർത്ഥം മലയാളത്തിൽ അതേപടി തന്നെ നമ്മൾ പഠിച്ചു വെക്കണം. എഴുതിക്കൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളത് എഴുതപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഗൗതം ഹാസ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ എന്നുള്ള പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലത്തെ ടെൻസിന് നമ്മൾ പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ എ ലെറ്റർ ഹാസ് ബീൻ ബീയിങ് റിട്ടൺ ബൈ ഗൗതം. ഗൗതമിനാൽ ഒരു കത്ത് എഴുതപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം വരും. ഇനി ഇതിൽ നമ്മൾ എ ലെറ്റർ എന്നുള്ളത് ഏകവചനമായി. ഇനി ബഹുവചനം ആവുമ്പോഴെന്താവും? നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ എ ലെറ്റർ എന്നുള്ളതിന് പകരം നമ്മൾ ബഹുവചനാക്കണം. എന്ന് പറഞ്ഞാൽ ലെറ്റേഴ്സ് എന്ന് എഴുതാം. ലെറ്റേഴ്സ് ഹാവ് ബീൻ റിട്ടൺ. ഹാവ് ബീൻ റിട്ടൺ വരും, കാരണം ഹാവ് ബീൻ ബീയിങ് റിട്ടൺ. ലെറ്റേഴ്സ് എന്നുള്ളത് ഒന്നിലധികമായി ബഹുവചനമാവുമ്പോൾ നമ്മൾ ഹാസ് ബീൻ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഹാവ് ബീൻ ബീയിങ് റിട്ടൺ. അപ്പോൾ ഇതിൽ നമ്മൾ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഹാസ് ബീൻ ബീയിങ് റിട്ടൺ, ഹാവ് ബീൻ ബീയിങ് റിട്ടൺ. ഇതാണ് മർമ്മപ്രധാനമായിട്ടുള്ള ടെൻസിലത്തെ. ഇതിങ്ങനെ എളുപ്പമായിട്ട് ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ഹാസ് ബീൻ ബീയിങ് റിട്ടൺ ഏകവചനമായിട്ട് വരുമ്പോഴും ഹാവ് ബീൻ ബീയിങ് റിട്ടൺ ബഹുവചനമായിട്ട് വരുമ്പോൾ അതിൻ്റെ കൂടെ ഉപയോഗിക്കാനാണെന്ന് പഠിക്കുക. അതിൻ്റെ കൂടെ തന്നെ അർത്ഥം തെറ്റാൻ പാടില്ല. എഴുതിക്കൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതിന് എഴുതപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു എന്ന് ബൈഹാർട്ട് പഠിച്ചു വെക്കണം. ഏത് അവസരത്തിലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ഈ മലയാളം ഓർമ്മിച്ചാൽ മതി. പിന്നെ അതിന് നോട്ട് ചേർത്താൽ നിങ്ങൾക്ക് അതിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കാനും കഴിയും. വലിയ പ്രയാസമൊന്നുമില്ല. ഹാവ് നോട്ട് ബീൻ റൈറ്റിംഗ്, അതിന് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ഹാസ് നോട്ട് ബീൻ റൈറ്റിംഗ് ചെയ്ത പോലെ തന്നെ ഹാസ് നോട്ട് ബീൻ ബീയിങ് റിട്ടൺ. അപ്പോൾ ഒന്നും ബഹുവചനത്തിൻ്റെ കൂടെ ഹാവ് നോട്ട് ബീൻ ബീയിങ് റിട്ടൺ ഈ രീതിയിലാണ് ഉപയോഗിക്കേണ്ടത്. അർത്ഥമാണ് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ എന്താണ്? എഴുതപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു എന്ന് വരണം. എന്നാൽ തന്നെ ആ പ്രസൻറ്റ് ടെൻസ് വരുള്ളൂ. പ്രസൻറ്റ് ടെൻസിൻ്റെ ആ ധ്വനി അതിനകത്ത് വേണ്ടേ? ഇരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് പാസ്റ്റായി. അപ്പോൾ എഴുതപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു, ഹാസ് ബീൻ ബീയിങ് റിട്ടൺ. ഇനി ഹാവ് ബീൻ ബീയിങ് റിട്ടൺ എന്ന് പറഞ്ഞാലും അർത്ഥം ഒന്ന് തന്നെയാണ്, മറക്കരുത്. അപ്പോൾ ഇതിൽ പഠിക്കാനുള്ളത് നിങ്ങൾക്ക് ഹാസ് ബീൻ ബീയിങ് റിട്ടൺ, ഹാവ് ബീൻ ബീയിങ് റിട്ടൺ. ഇതിൻ്റെ ആക്റ്റീവ് വോയിസ് എന്താണെന്ന് ചോദിച്ചാൽ ഹാസ് ബീൻ റൈറ്റിംഗ്, ഹാവ് ബീൻ റൈറ്റിംഗ് എന്നുള്ളത് ഹാസ് ബീൻ ബീയിങ് റിട്ടൺ ആവും, ഹാവ് ബീൻ ബീയിങ് റിട്ടൺ ആവും. അപ്പോൾ ഇത്രയും പഠിച്ചാൽ മതി ഈ ക്ലാസ്സിൽ. അടുത്ത ക്ലാസ്സിൽ കൂടുതലായിട്ട് അടുത്ത പാസ്റ്റിലെ പാസീവ് നമുക്ക് പഠിക്കാം. അപ്പോൾ ആരെങ്കിലും ഇത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. എല്ലാ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ചാനൽ കണ്ടതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ശേഷം അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്.